സോ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മളൊരു ജോബ് നോട്ടിഫിക്കേഷൻ അല്ല നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനേഷൻ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ PDF യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. PSCൻ്റെ കേരള PSCക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള PDF യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ കുട്ടികൾ വാങ്ങി പഠിച്ചിട്ടുണ്ടായിരുന്ന PDF ആണ്. ഇത് കൂടാതെ നമ്മൾ ഫ്രീ ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള PDF 50 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടുള്ളത് അത് ഇവർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏകദേശം 600ഓളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ 600ഓളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ 50 ചോദ്യങ്ങളിൽ നിന്ന് മാത്രം ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ 50 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. എല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ ഏത് PDF പ്രൊവൈഡ് ചെയ്യുമ്പോഴും അതിൽ പറയുന്നതാണ്, നിങ്ങൾ ഇതിലുള്ള കാര്യങ്ങൾ കണ്ടൻറ്റ് കണക്ട് ചെയ്ത് പഠിക്കുകയാണ് തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പ്രധാനമായിട്ട് ആ കണക്ട് ചെയ്യുന്ന രീതിയും കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പം ഗംഗ എന്ന് പറയുന്ന ഒരു റിവർ അല്ലെങ്കിൽ നദീനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള പേരുകൾ പഠിച്ചു വെക്കുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അത് ഇന്ന് വർക്കൗട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നല്ല, എല്ലാ ദിവസവും അത് വർക്കൗട്ട് ആവാറുണ്ട്. നമ്മൾ PSCൻ്റെ മാത്രമല്ല ആർമീൻ്റെ അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ ഒക്കെ PDF ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണക്ട് ചെയ്ത് പഠിച്ചവർക്ക് നല്ല മാർക്കുണ്ട്. അവർ ഫൈനൽ ലിസ്റ്റിൽ വരെ കയറാനുള്ള നല്ല മാർക്ക് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റ വൺ വേർഡിൽ മാത്രം ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. കൂടുതൽ സ്കോർ അതെങ്ങനെയാണെന്ന് ഞാൻ മുമ്പോട്ടേക്ക് പറയാം കേട്ടോ. ഓരോരോ കുട്ടികൾ അവരുടെ അഭിപ്രായമൊക്കെ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതി. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ PDF ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സക്സസ് നമ്മൾ ഒരിക്കലും ഇതുവരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മുടെ 50 ക്വസ്റ്റ്യൻസിൽ ഞാൻ അയച്ചു കൊടുത്തത് അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, നമ്മുടെ മറ്റേ വാങ്ങി പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ബയോസ്ഫിയറിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നത് കാണാൻ സാധിക്കും. അതായത് ഇവിടെ ചോദിച്ച് കാണാൻ സാധിക്കും, ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നീലഗിരിയാണ്. അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ വരെ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ്. അപ്പോൾ ഇവിടെ ചിലപ്പം ചോദിക്കുന്നത് നീലഗിരി വന്നിട്ടുള്ള വർഷം ഏതാണ്, ബയോസ്ഫിയർ വന്നിട്ടുള്ള വർഷം ഏതാണെന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഡയറക്റ്റ് ഈ ഒരു ചോദ്യം എങ്ങനെയാണോ നമ്മൾ ഇട്ടിട്ടുള്ളത് അതേ ചോദ്യം ഇവിടെ വന്നത് കാണാൻ സാധിക്കും. ഉത്തരം ഈ സുഹൃത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നീലഗിരിയാണ് ശരിയായിട്ടുള്ള ഉത്തരമാണ്. നമ്മുടെ PDF വന്നൊരു ആൻസർ തന്നെയാണ്. അതായത് ചോദ്യം ഡയറക്റ്റ് ചോദ്യം തന്നെയാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ PDF ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നൊരു ചോദ്യമായിരുന്നു. അതിൽ ഇത് പലരും നമുക്ക് ഷെയർ ചെയ്ത് നമ്മൾ PDF കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരണം. കുറച്ച് പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഇത് പ്രതീക്ഷ തരികയാണ്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെയുള്ളൊരു ചോദ്യമായിരുന്നു, ടൈഗർ അതായത് പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ഏതാണെന്നുള്ളൊരു ചോദ്യമാണ്. അത് തന്നെ നമുക്കിവിടെ നമ്മുടെ ടൈഗർ സംരക്ഷണം തുടങ്ങിയിട്ടുള്ളത് ദേശീയ തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായിട്ട് 1972 നമ്മുടെ പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചതെന്നുള്ള ഒരു ചോദ്യം വന്ന്, അത് നമ്മളിത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി തെറ്റാണെന്നുള്ളത്. ഇവിടെ കൃത്യമായിട്ട് അതിന് ടൈഗർ അതിൻ്റെ എക്സ്പ്ലനേഷൻ April 1 ഉള്ളത് വരെ കൃത്യമായിട്ടുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കുന്നത് എന്തായിരിക്കും, ഈ നമുക്കിവിടെ ഓപ്ഷൻസിൽ എങ്ങനെയാണ് വരുന്നത്, 2ഉം 1ഉം ശരി എന്നുള്ളത് രീതിയിൽ വരും. ഇത് 2ഉം ശരിയാണ്, 3ഉം 4ഉം ശരിയാണെന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമുക്ക് ഉറപ്പായി 1 എന്തായാലും ശരിയല്ല, അതങ്ങ് കുത്തിക്കളയാൻ പറ്റും. ഈ 1 എന്തിൻ്റെ കൂടെയൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നമുക്കങ്ങ് വെട്ടിക്കളയാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് സുഹൃത്ത് ഇതിൽ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ PDF നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള ഇവിടെ അടയാളപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ പ്രിൻറ്റ് ചെയ്തൊന്നല്ല കേട്ടോ, ഇത് ഒറിജിനൽ. ഈ PDF ഇന്നലെ എക്സാമിന് മുമ്പേ ഇത് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് PSC ഒഫീഷ്യലി അവർ എക്സാം നടത്തിയിട്ടുള്ള പേപ്പറാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതിയതായിരിക്കും നിങ്ങളുടെ അടുത്ത് പേപ്പർ ഉണ്ടാവും. കോഡ് A ഉണ്ട്, B ഉണ്ട്, അതുപോലെ തന്നെ C, D, അങ്ങനെ നിങ്ങളുടെ കോഡ് ഏതാണോ ആ കോഡിൽ ക്വസ്റ്റ്യൻ ഇവിടെ 76 ആണെങ്കിൽ നിങ്ങൾ ചിലപ്പം മാറ്റം ഉണ്ടാവും, 36 ആയിരിക്കും അല്ലെങ്കിൽ 42 ആയിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ചോദ്യം എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പം നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞുള്ള ഉപകാരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഡെറാഡൂൺ എന്നുള്ളതൊരു ആൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ PDF വന്നിട്ടുള്ളൊരു ചോദ്യമായിരുന്നു,
ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ ശാഖകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രിബ്യൂട്ടറീസ് കണക്ട് ചെയ്ത് പഠിക്കണം ഗംഗയുടെ. നമ്മൾ ആ പെയ്ഡ് വാങ്ങി പഠിച്ചവർക്ക് മനസ്സിലാവും, അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത ആ കാര്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ശാഖകൾ കൂടി, ഇപ്പോൾ കേരള പോലീസ് ആണെങ്കിൽ ഫയർ ഫോഴ്സ് എന്നുള്ള രീതിയിൽ, അപ്പോൾ യൂണിഫോം പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു എക്സാമ്പിളിന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള പേരുകൾ, ഇതിന് മറ്റെന്തെങ്കിലും പേരുകളുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏത് വർഷത്തിലാണിത് സ്ഥാപിച്ചിട്ടുള്ളത്, അതൊക്കെ കുറച്ച് മനസ്സിലാക്കിയാൽ കുറച്ച് നല്ലതാണ്. കുറച്ച് ടൈം ഉണ്ട് കിട്ടിയാൽ തീർച്ചയായും നല്ലതായിരുന്നു. ചിലവർ നമ്മുടെ ഈ PDF കിട്ടിയത് മുതൽ വായിച്ചവരുണ്ട്. നമ്മുടെ PDF ആക്ച്വലി PDF ഒരു മാസം മുമ്പേ നമ്മൾ ഏകദേശം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 മന്തിൻ്റെ മുന്നായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് അറിഞ്ഞതിൽ സന്തോഷം തന്നെയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സഹോദരിയുടെ ഇതാണ് ക്വസ്റ്റ്യൻസ്. തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ഒരു ചാറ്റിലൂടെ നിങ്ങൾക്ക് വ്യക്തമാണ്. ആ സഹോദരിക്ക് ഒരുപാടധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം നമ്മൾ മുന്നോട്ടേക്ക് ഇനി PSCക്ക് ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലുകളും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ സെൻട്രൽ ഫോഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് വലിയൊരു സക്സസ് തന്നെയായിരുന്നു ആ സംഭവം. ഇപ്പോൾ PSCൻ്റെ നമ്മൾ അതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിജയം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് കിട്ടുന്ന സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിജയിക്കാനായിട്ടുള്ള മാക്സിമം എഫേർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പലരും ചിന്തിക്കുന്നത് വളരെ തുച്ഛമായിട്ട് 100 രൂപേൻ്റെ താഴെയാണ് നമ്മൾ എല്ലാ PDF ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും തുച്ഛമായിട്ട് ലഭിക്കുന്നതുകൊണ്ട് ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ള, ഇതിലൊന്നും ഇല്ല എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും വളരെ വാല്യുബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് നമ്മൾ ഈ മലയാളം കണ്ടൻറ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി 87 റുപ്പീസിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അത് നല്ല രീതി അതിൻ്റെ എഫേർട്ട്, നമ്മുടെ ടീം ഇട്ട എഫേർട്ട് വെച്ച് നോക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എഫേർട്ട് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ഒരിക്കലും അത് വേർത്തല്ല. പക്ഷേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എമൗണ്ടിന് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പലരും അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു PDF ആയിരുന്നു. പലരും വാങ്ങി പഠിച്ചിട്ടുണ്ട്, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുമുണ്ട്. ഇത് മറ്റൊരു സഹോദരൻ്റെ ഇതാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സഹോദരന് PDF യൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിപ്ലൈയും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹം MTSും കൂടി ഇപ്പം അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ MTS അതുപോലെ തന്നെ PSCക്ക് നോബിൾ അത് പ്രത്യേകം പറയാനുള്ളതാണ്. നമ്മുടെ ഈ ഒരു BFOയിൽ നോബൽ പ്രൈസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത PDF 2000 GB ആണ്. 2000 GB മലയാളത്തിലാണ് കേട്ടോ. ഈ മലയാളത്തിൽ വരുന്ന സമയത്ത് നമ്മളിതിൽ നോബൽ പ്രൈസുകൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ചോദ്യം കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതിൻ്റെ സ്റ്റിൽ വർക്കിംഗ് ആണ് ഈ 2000 GB. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. മലയാളത്തിലാണ് 2010 മുതലുള്ള സംഭവങ്ങൾ അതിലുണ്ട്. 2025 വരെയുള്ള മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം SSC ആവട്ടെ, അതുപോലെ തന്നെ RRB ആവട്ടെ, കറണ്ട് അഫെയർസ്, അതുപോലെ തന്നെ GK എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത് 2022 കാര്യങ്ങളും 21 കാര്യങ്ങളും 18 കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് 10 മുതലുള്ള 25 വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളങ്ങ് വിചാരിച്ചു. അപ്പോൾ BFOയിൽ ചോദിച്ചിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ നോബൽ പ്രൈസ് ഫിസിക്സിൽ ലഭിച്ച വ്യക്തിയുടെ കാര്യമാണെന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിലാണ്. കൃത്യമായിട്ട് അങ്ങനെ പറയുന്നില്ല, അതാണെന്ന് എൻ്റെ ധാരണ. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായത് തീർച്ചയായിട്ടും 2000 GB നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. അത് എസ്പെഷ്യലി നമ്മുടെ MTSന് GK എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. അതുപോലെ PSCക്കാണെങ്കിലും SSCക്കാണെങ്കിലും SSC GDക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഡിഫൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് കൾച്ചർ, അതായത് ആർട്ട് കൾച്ചർ, അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 2000 ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ലോഞ്ച് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് പറയാം കേട്ടോ. നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ ജോയിൻ ചെയ്ത് നിന്നാൽ മതി, അതിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും PDF എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും ഇതുപോലുള്ള PDF നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട.